ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാറിൽ കയറിയതും ഫോണിലേക്ക് വന്ന ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അഞ്ജലി. അവൾക്ക് അപ്പുറം ഇപ്പുറം രാധികയും പ്രിയയും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഏകയും വൈര്യനും പരസ്പരം കെട്ടിപ്പുണർന്ന് ചുംബിക്കുന്ന പലവിധ ഫോട്ടോകളായിരുന്നു ഫോണിൽ. അയച്ചു കൊടുത്ത പ്രേം തന്നെയായിരുന്നു. എല്ലാം ഏതോ ഒരു ആംഗിളിൽ നിന്ന് മാത്രം എടുത്തവയാണ്. ഇത്ര ഇരുട്ടിൽ ക്ലിയർ ആയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിക്കും? ഫ്ലാഷ് അടിക്കുമ്പോൾ സംശയം തോന്നില്ലേ? പ്രിയ സംശയം ചോദിച്ചു. അഞ്ജലി അതീവ ദേഷ്യത്തിൽ അവളെ തുറിച്ചു നോക്കി. ഓ, നിനക്കിപ്പോൾ അതാണ് അറിയണ്ടേ? കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ ചോര തിളച്ചു കയറുക. അപ്പോഴവിടെ ഒരു ഫോട്ടോ ക്ലാരിറ്റി. സാംസങ് ഗാലക്സി S23 അൾട്ര, അതാ പ്രേം യൂസ് ചെയ്യുന്ന ഫോണ്. അതിൻ്റെ ക്യാമറ വളരെ ഷാർപ്പാണ്. 200 MB പ്രൈമറി ക്യാമറ, വലിയ ഇമേജ് സെൻസർ, നൈറ്റോഗ്രഫി, നൈറ്റ് മോഡ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇരുട്ടിലും ഫ്ലാഷ് ഉപയോഗിക്കാതെ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ പറയുന്ന ആളിനെ വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തള്ളി നോക്കിയിരുന്നു അഞ്ജലിയും പ്രിയയും. രാധിക കയ്യിൽ കരുതിയ ബാഗിൽ നിന്നൊരു ലിപ്സ്റ്റിക് എടുത്ത് വിദൂരതയിലേക്ക് നോക്കി ചുണ്ടിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പറച്ചിൽ. ക്യാമറയിൽ AI പവേർഡ് ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ മൾട്ടി ഫ്രെയിം പ്രോസസ്സിങ്ങും. അതുകൊണ്ട് ക്യാമറ ഒന്നിലധികം ഫ്രെയിമുകൾ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്ത് ചെറിയ വെളിച്ചം പോലും നന്നായിട്ട് ഉപയോഗിക്കും. നോയ്സ് കുറച്ച് കൂടുതൽ ക്ലിയറും ബ്രൈറ്റും ആയിട്ടുള്ള ഫോട്ടോകൾ കിട്ടും. അതുകൊണ്ട് ലോ ലൈറ്റിലും ഫ്ലാഷ് ഇല്ലാതെ നല്ല ഷോട്ടുകൾ എടുക്കാൻ പറ്റുന്നു. റൊമാൻറ്റിക് നൈറ്റ് ഷോട്ട് ആയാലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയാലും അതിൻ്റെ ഔട്ട്പുട്ട് വളരെ മികച്ചതായിരിക്കും. ഇനി വല്ല അറിയണ പ്രിയക്ക്? പറയുമ്പോൾ രാധികയുടെ മുഖത്ത് മിന്നിമായുന്ന ഒരുതരം ക്രൂരമായ ആവേശം വിശ്വസിക്കാനാവാതെ നോക്കിയിരുന്നു പോയി പ്രിയയും അഞ്ജലിയും. രാധിക, നീയോ? ഒരു ആക്ഷൻ റൊമാൻറ്റിക് മൂവി കണ്ടിറങ്ങിയപ്പോൾ ഇവൾക്ക് തലക്കുവട്ടായോ? കളിയാക്കും പോലെ പ്രിയ പറഞ്ഞപ്പോഴേക്കും രാധിക അഞ്ജലിയുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിത്തെറിപ്പിച്ചിരുന്നു. നീ ഫോട്ടോ വെച്ച് എന്ത് ചെയ്യാൻ പോവാ? സംസാരത്തിലും സ്ലാങ്ങിൽ പോലും അല്ലാത്ത മാറ്റമാണ് രാധികക്ക്. ഫോണിൽ കണ്ട ഫോട്ടോയേക്കാൾ അഞ്ജലിയെ ഞെട്ടിച്ച രാധികയുടെ ഈ ഭാവമാറ്റം തന്നെയായിരുന്നു. അഞ്ജലി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, വാട്ട് ദ ഹെൽ ആർ യു പ്ലാനിങ് ടു ഡു വിത്ത് ദിസ് ഫോട്ടോ? രാധിക, നീ ഇംഗ്ലീഷ്? അഞ്ജലിക്ക് തലയുറ്റുന്ന പോലെ തോന്നിയെങ്കിൽ പ്രിയ ഉടലോടെ മുകളിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു. വാട്ട് ദ ഫക്ക്, എന്നെക്കൊണ്ട് വിളിപ്പിക്കരുത് അഞ്ജലി. മുന്നിൽ വർഷയും വാമികയുണ്ട്. അതുപോലെ കോർഡർ സീറ്റിലിരിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പന്ന പൊലയാടി മോളാ. സോ പതിയെ ശബ്ദം കുറച്ച് സംസാരിക്കണം. ക്ലിയർ? രാധികയുടെ ഭീഷണി കേട്ട് അഞ്ജലി ഭയത്തോടെ വായവുത്തി. കാരണം ഇവള് രാജഗോപാലന്റെ മകളാണെന്നുള്ളത് തന്നെയായിരുന്നു. പപ്പയും മമ്മിയൊക്കെ പണ്ടേ പറയാറുണ്ട്, രാജഗോപാലങ്ങളും മധുവെങ്കിലും ചേർന്നാണ് വർഷയുടെ അച്ഛൻ വേണമെങ്കിലും ഇല്ലാതാക്കിയതെന്ന്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും കാണുമ്പോൾ താൻ അധികം മിണ്ടാൻ പോവാറില്ല. മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ ചെറിയൊരു ഭയവുമുണ്ട്. ബാംഗ്ലൂർ വെച്ച് തനിക്ക് നേരെയുണ്ടായ അപകടം മനഃപൂർവ്വം ഇവർ കരുതി കൂടി ചെയ്യിച്ചാണെന്ന് പോലും ഈയിടക്ക് പപ്പയും മമ്മിയും തമ്മിൽ സംസാരിക്കുന്ന കേട്ടിരുന്നാണ്. പക്ഷേ രാധിക, ഇവൾ ഇത്രയ്ക്ക് വിഷമായിരുന്നോ? ദാവണി ചുറ്റി ചന്ദനക്കുറിയും തൊട്ട് നടന്നവളാണ് ഇപ്പോൾ ലിപ്സ്റ്റിക് വിട്ട് മൊബൈൽ ഫോൺ ഫ്യൂച്ചേഴ്സ് പറഞ്ഞ് ഇംഗ്ലീഷിൽ തെറിയും വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അഞ്ജലിക്ക് ഞാൻ ചോദിച്ച മനസ്സിലായില്ലേ? ഓർത്തിരുന്നപ്പോൾ തന്നെ രാധികയുടെ അടുത്ത ചോദ്യം വന്നു. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പപ്പയോട് ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ വിക്കി അഞ്ജലി പറയുമ്പോൾ ഒരു ധൈര്യത്തിന് പ്രിയയുടെ കയ്യിൽ അവൾ മുറുക്കെ പിടിച്ചു. പ്രിയ ഫ്രിഡ്ജിൽ കയറിയിരുന്ന അവസ്ഥയിലാണുള്ളത്. കൈയൊക്കെ ആകെ തണുത്ത് മരവിച്ചിട്ടുണ്ട്. കാരണം പ്രിയാണ് രാധികയെ പണ്ട് മുതലേ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വഴക്കും പറഞ്ഞ് കളിയാക്കിയും മറ്റും നടന്നിരുന്നത്. എന്നാൽ മുന്നിലിരിക്കുന്ന വർഷയും വാമികയും ആവട്ടെ ഇതൊന്നും അറിഞ്ഞതുമില്ല. നിന്റെ പപ്പയാണോ വൈരിനെ കെട്ടാൻ പോകുന്നത്? അല്ലല്ലോ. അപ്പം ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക്. എന്നെ ഇപ്പോൾ പപ്പ വിളിച്ചിരുന്നു. രാധികയുടെ പപ്പ വിളി കേട്ട് അഞ്ജലിയും പ്രിയയും വീണ്ടും ഒരിക്കൽ കൂടി ഞെട്ടി. എൻ്റെ പപ്പയാണോ? അഞ്ജലി പറയും കൊണ്ട് ചോദിച്ചു. നിന്റെ തന്ത എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ എൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞേ. നീ ചെറിയച്ഛനെ ഇത്രയും കാലം അച്ഛനെന്നല്ലേ വിളിച്ചിരുന്നത്? പ്രിയ അറിയാതെ ചോദിച്ചു പോയി. അതാണോ ഇപ്പോൾ ഇവിടുത്തെ മാറ്റർ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാതെയും. അഞ്ജലി, ഉടൻ തന്നെ ഫോട്ടോസ് നിന്റെ പപ്പയ്ക്ക് അയച്ചു കൊടുക്കണം. പണ്ട് ഒളിച്ചോടിപ്പോയ രാജലക്ഷ്മിയുടെ മോള് മാൻഷനിൽ വന്ന് നിൽപ്പുണ്ട്. ഒരിക്കലും എൻ്റെ പപ്പ അവൾക്കൊരു വാണിംഗ് കൊടുത്താ. അന്ന് ഞാൻ പറഞ്ഞ അങ്ങ് തട്ടിക്കളെ കേട്ടില്ല. വേഗം അയക്ക്. നമ്മളവിടെ എത്തുമ്പോൾ ഏകയായിരിക്കണം അവിടുത്തെ സംസാര വിഷയം. ഈ ഫോട്ടോകൾ കാണുമ്പോൾ രുദ്രനങ്കിൾ ഈ വിഷയത്തിൽ കുടുങ്ങിപ്പോവും. ആ സമയം കൊണ്ട് മറ്റവളെ എനിക്കൊന്ന് കാണണം. രാധികയുടെ ഭാവം ഇരുവരെയും ഒരുപോലെ ഭയപ്പെടുത്തി. അഞ്ജലി വേഗം തന്നെ ആ ഫോട്ടോകൾ ദേവന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. കാറിലിരിക്കുമ്പോൾ കൂടി ഏകയുടെ കണ്ണുകൾ തറഞ്ഞു നിന്ന് മുന്നിലൂടെ പോകുന്ന BMW കാറിലായിരുന്നു. ആ കാറിന് പുറകിലിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവനാണ്. തിയേറ്ററിനുള്ളിൽ നടന്ന പ്രണയ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കടന്നു വന്നതും അവൾ ആകെ ഒന്ന് തണുത്തു. പലതവണ തന്നെ പറ്റി വൈര്യം ചോദിച്ചറിയാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊക്കെ തങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്ന പതിവാണ്. പലപ്പോഴും മനസ്സുറക്കാൻ കഴിയാതെ പരസ്പരം വഴക്കിട്ട് പിരിയാറാണ് പതിവ്. പക്ഷേ ഇന്നെല്ലാം പറയണം, താൻ വൈരിന്റെ ക്രഷായത് ഏത് സാഹചര്യത്തിലാണെന്നും അതിനുശേഷം തനിക്ക് നേരിട്ട ദുരനുഭവവും ഇപ്പോൾ താൻ ഈ ജോലി തേടി ഇവിടെ വന്നതിന്റെ കാരണവും എല്ലാം അവനോട് തുറന്നു പറയണം. ആ ചെറിയ കുട്ടിയെ അവന്റെ ഓർമ്മ കാണാതിരിക്കില്ല. അവൾ ചിരിയോടെ ഓർത്തുപോയി. വിദ്യയുടെ അടുത്തേ പതിയെ നടന്നു എന്ന് രുദ്രദേവ് വർമ്മ.
അച്ഛനെങ്ങനെയുണ്ട് മോളെ? ഹോസ്പിറ്റലായപ്പോൾ തന്നെ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അച്ഛനെ പോലെ തന്നെ അഭിമാനിയാ മകളൊന്നും എനിക്കറിയാം. മോളെ ആരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ? ആണെങ്കിലും സാരമില്ല. എന്നാലും എത്തിപ്പെടേണ്ട ഇടം തന്നെയല്ലേ ഇത്. വിശ്വനാഥന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടി എന്നെ നിർബന്ധിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. ഭാഗ്യത്തിന് ഇപ്പം അയാൾക്കൊന്നും പറ്റിയില്ലല്ലോ. വിദ്യയുടെ തോളിൽ പിടിച്ച് അത്രയും പറയുമ്പോൾ വിദ്യ പൂങ്കുല പോലെ വിറക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അഭിനയിച്ച് തകർത്താൽ മാത്രമേ തനിക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അവൾക്കറിയാം. ഒരു പാളിച്ചെങ്ങാനും കയ്യിൽ നിന്നുണ്ടായാൽ താൻ കൊടുക്കേണ്ടത് വലിയ വിലയായിരിക്കും. ഒരുപക്ഷെ ഇവർ തന്നെ കൊല്ലുമായിരിക്കുമോ? അതോ ഇനി എങ്ങാനും ജയിലിലടക്കുമോ? അത്തരത്തിൽ പലവിധ ചിന്തകളിലൂടെയാണ് വിദ്യയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഐഷുവിന് അപ്പോഴും ഭയം തന്നെയായിരുന്നു. ആളുടെ കണ്ണുകൾ ദേവനിൽ തറഞ്ഞിരുന്നു. അയാളും ഐഷുവിനെ തന്നെ നോക്കിയായിരുന്നു. എവിടെയോ കണ്ട പോലൊരു തോന്നൽ. എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് അയാൾക്കൊരു എത്തുംപിടിയും കിട്ടിയില്ല. തന്റെ ജീവിതത്തിൽ സ്ത്രീകൾക്ക് പഞ്ഞമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ആ കൂട്ടത്തിൽ ആരെങ്കിലും ആവോ ഇവളും? അയാളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ അതായിരുന്നു. മഹാഭാഗ്യം, ഈ കളവനെന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ മറ്റേ ചേച്ചിമാർ കണ്ട് ഉറപ്പായിട്ടും കൊച്ചേച്ചിയെ പറ്റി ചോദിക്കും. ആൾക്കൂടുതൽ ഐഷു തിരഞ്ഞത് അഞ്ജലിയും വാമി അവിടെ എങ്ങാനും നിൽപ്പുണ്ടോ എന്നായിരുന്നു. ഏക എവിടെ എന്നൊരു ചോദ്യം വരും. ആകെയുള്ളൊരു സമാധാനം അതിനുള്ള ഉത്തരം തന്റെ അമ്മയുടെ പക്കലുണ്ടോ. ആൾമല്ലെ വിവേകിനെ നോക്കി. അമ്മയുടെ ഭീഷണി ഏറ്റ ലക്ഷണമുണ്ട്. ശില പോലെ നിൽപ്പാണ് ചെക്കനും. ഒന്നും പറയില്ലെന്ന് വിശ്വസിക്കാം. രാധാമണിക്കടുത്തായി തന്നെ ഐഷുവും വിവേകും ഇരുന്നു. അരവിന്ദും പുരുഷോത്തമനും അല്പം മാറിയാണ് ഇരുന്നത്. വിദ്യയെ ജാനകി തന്റെ അടുത്തായി പിടിച്ചിരുത്തി. ഒപ്പം ദേവികയുമുണ്ട്. സെർവൻസിൽ ആരോ അവർ കുടിക്കാനുള്ള ചായയുമായി വന്നുപോയി. പുറത്തുനിന്ന് അല്പനേരത്തെ ചർച്ചയ്ക്ക് ശേഷം അകത്തേക്ക് കയറുന്ന രാജഗോപാലിനെയും മധുവിനെയും കണ്ട് പുഞ്ചിരിച്ചു എല്ലാവരും. മുഖത്ത് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ പ്രകോപനപരമായ ഭാവമോ ഒന്നും തന്നെ ഇരുവരും പ്രകടിപ്പിച്ചില്ല. പുതിയ അതിഥിയെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ തന്നെ ഇരുവരും നിന്നു. എങ്കിലും വിദ്യ അവർ സൂക്ഷിച്ചു നോക്കാനും മറന്നില്ല. പുറപ്പെട്ടു പോയ 3 കാറുകളും മാൻഷനിൽ തിരിച്ചെത്തി. ഗാർഡ്സ് എല്ലാം അവരുടേതായ പണികളിൽ മുഴുകി. ഏകയും ഡേവിഡ് ഒരുമിച്ച് മാറിന്ന് സംസാരിക്കുകയാണ്. വാമികയും അവർക്കടുത്തേക്ക് നടന്നു പോകുന്ന വർഷയും അവൾക്കൊപ്പം കൂടെ കൂടി. വർഷയ്ക്ക് ഡേവിഡിനോട് കൂടുതൽ അടുക്കണമെന്നും പരിചയപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ അവൾ ഡേവിഡിനടുത്തേക്ക് ചേർന്ന് നിന്നു. വർഷ എന്താണ് തങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നതെന്നൊരു ചിന്ത ഏകയ്ക്ക് ഉണ്ടാവാതിരുന്നില്ല. സാധാരണയായി തങ്ങളുടെ കൂട്ടത്തിൽ കൂടാത്തവളാണ്. കാറിൽ നിന്നിറങ്ങിയ പാടെ അകത്തേക്ക് പോകാൻ ധൃതി കൂട്ടിയത് രാധികയായിരുന്നു. അഞ്ജലിക്ക് പുതിയ അതിഥിയെ കാണണമെന്നുണ്ടെങ്കിലും രാധിക കൊടുത്ത ഷോക്കിൽ നിന്ന് അവൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിരുന്നില്ല. രാധികയിൽ നിന്ന് ആവുന്നത്ര വിട്ടു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രിയക്ക് അടുത്തേക്ക് നിന്നു അഞ്ജലി. പെട്ടെന്നാണ് മറ്റൊരു കാർ ഗേറ്റ് കടന്ന് അവിടേക്ക് വന്ന്. ഡ്രൈവർ സീറ്റിൽ നിന്നും പ്രേം പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരെയും നോക്കി നിറഞ്ഞ ചിരിയോടെ അഞ്ജലിക്ക് അടുത്തേക്ക് നടന്നു വന്നു. കിട്ടിയോ? എങ്ങനെയുണ്ട്? കണ്ടോ നീ? എന്താ പ്ലാന്? നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അടക്കം പറയും പോലെ പ്രേം ചോദിച്ചതും അഞ്ജലി ദീർഘശ്വാസം എടുത്തു. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫോട്ടോ കയ്യിൽ നിന്ന് പോയി. വലിയ പ്ലാൻ വേറെ നടക്കുന്നെന്നാ തോന്നേ. വന്നാ കാണാം. എന്ത് പ്ലാന്? വലിയ പ്ലാൻ തിയേറ്ററിലാണ് നടക്കേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ഫോട്ടോ വെച്ച് ഏകമോളെ ചവിട്ടി പുറത്താക്കിയാലും എനിക്ക് ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. നിരാശയോടെ പ്രേം പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പ്രേം. ഏകെ പുറത്താക്കിയാലും മറ്റൊരു കുരിശോന്ന് അകത്തിരിപ്പുണ്ട്. പക്ഷെ വന്നതിനേക്കാൾ മുറ്റ ഇവിടെ ഉണ്ടായിരുന്നൊരു മിണ്ടാപൂച്ച. പ്രിയെ നീ പറഞ്ഞ പോലെ ഞാനിനി വേറെ വല്ല സിനിമാ നടിമാരെ നോക്കുന്നതാണ് നല്ലത്. നിരാശയുടെ അറ്റം കണ്ടുകൊണ്ട് അഞ്ജലി പറയുമ്പോൾ കേട്ട വാർത്തയിൽ സന്തോഷിക്കേണ്ട താൻ എന്നോർത്ത് പ്രിയ. പക്ഷേ രാധികയോർത്ത് അത് പറ്റാത്ത പോലെ തോന്നി അവൾക്ക്. ഈ സമയം വൈനിന് ഏകയെ നോക്കിയ ശേഷം വേഗത്തിൽ മാൻഷനുള്ളിലേക്ക് കടക്കുമ്പോൾ രാധിക മാത്രമാണ് അവന് പിന്നാൽ തന്നെ വേഗത്തിൽ അകത്തേക്ക് പോയത്. ആ പോക്ക് നോക്കി നിശ്വസിച്ചു പ്രിയയും അഞ്ജലിയും. ഒന്നും മനസ്സിലായില്ലെങ്കിലും അകത്തിപ്പോൾ ഒരു ബോംബ് പൊട്ടുമെന്ന് പ്രേമിനും മനസ്സിലായി. അകത്തേക്ക് കയറി വന്ന വൈരിൻ ആരെയും നോക്കാതെ നേരെ സ്റ്റെയർ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങിയവയാണ് ജാനകി വർമ്മ അവനെ വിളിക്കുന്നത്. വിച്ചു, ഒന്ന് ഇങ്ങോട്ട് വരൂ കുട്ടി. ആ വിളിയിൽ അവൻ പിന്തിരിഞ്ഞു നോക്കിയതും കണ്ടു അപരിചിതമായ കുറേ പേര് അവിടെ ഇരിക്കുന്നു. വൈരിനെ കണ്ടപാടെ കണ്ണു തള്ളിയത് വിദ്യക്ക് തന്നെയായിരുന്നു. ഐഷു പിന്നെ ഒരിക്കൽ കൂടി അവനെ കണ്ടതാണ്. അവൻ തന്നെ തിരിച്ചറിയുമോ എന്ന ഭയം അവൾ വന്ന് പൊതിഞ്ഞു. ബാക്കിയുള്ളവർക്ക് അതിശയഭാവമാണ്. TV സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരനാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരെന്ന് ചിന്തിച്ചു അവരെല്ലാം. അച്ചമ്മയുടെ വിളിയിൽ ബഹുമാനത്തോടെ തന്നെ അവർക്കടുത്തേക്ക് അവൻ നടന്നു ചെല്ലുമ്പോൾ ജാനകിക്കടുത്തിരുന്ന വിദ്യ അറിയാതെ എഴുന്നേറ്റുപോയി. വൈരിന്റെ പുറകെ കയറി വന്ന രാധിക കാണുന്നതും ഈ കാഴ്ച തന്നെയായിരുന്നു. രാധികയുടെ ചുമന്നുകയറിയ മുഖം കാണെ രാജഗോപാൽ വേഗം തന്നെ അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു. മോളെ പ്ലീസ്, പപ്പയില്ലേ മോൾക്ക്? എല്ലാം പപ്പ നോക്കിക്കോളാം. മോള് വൈലന്റ് ആവരുത്. നോക്ക്, അങ്ങനെ എങ്ങാനും സംഭവിച്ചാ ഇത്രയും പേരുടെ മുമ്പിൽ ആകെ നാണക്കേടാവും. പിന്നെ പപ്പ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ എല്ലാവരും അറിയും. മോള് നല്ല കുട്ടിയായിട്ട് ഇത്രയും കാലം അവർക്കിടയിൽ ജീവിച്ച് അങ്ങനെ അല്ലാതാവും. രാജഗോപാൽ രാധികയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സ് ശാന്തമാക്കാൻ. എന്നാൽ അതൊരു മുന്നറിയിപ്പാണെന്ന് അവൾക്ക് തോന്നാത്ത വിധം കഴിയുന്നെല്ലാം പറയുകയായിരുന്നു.
അയാൾക്കറിയാം തന്റെ മകളുടെ നിയന്ത്രണം ഒരിക്കൽ കൈവിട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ കത്തുന്നൊരു നോട്ടമായിരുന്നു രാധിക ആദ്യം അയാൾക്ക് നേരെ തൊടുത്തുവിട്ടത്. ഓഹോ, അപ്പോ ഈ രാധിക നല്ല കുട്ടിയല്ല അല്ലേ? ആ ചോദ്യം രാജഗോപാലൻ ഒന്ന് പരിങ്ങി. വല്ലാത്തൊരു ചോദ്യം. അധികം ആരും കണ്ടിട്ടില്ലാത്ത അവളുടെ വാശിയും വൈകൃതങ്ങളും. അയ്യോ, പപ്പ പറഞ്ഞ അങ്ങനെയല്ല, മോളുടെ നല്ലതോർത്ത് പറഞ്ഞു പോയതാ. രുദ്രേട്ടന്റെ സ്വഭാവം അറിയാലോ മോൾക്ക്. മോൾ ഇത്രയും കാലം ദാവണിയൊക്കെ ചുറ്റി കഷ്ടപ്പെട്ട് ഇവറ്റകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ സ്വന്തം ഐഡന്റിറ്റി പോലും മാറ്റിവെച്ച് ജീവിച്ചില്ലേ? ആർക്കു വേണ്ടി അതൊക്കെ? വൈരിൻ എന്ന നിന്റെ സ്വപ്നത്തിലേക്ക് എത്താനായിരുന്നില്ലേ? പറ. അപ്പൊ പെട്ടെന്ന് മോളുടെ യഥാർത്ഥ സ്വഭാവം ഒരു കണ്ട മോൾക്ക് വല്ല മാനസിക രോഗമാണെന്ന് ഇവറ്റകൾ കരുതും. അത് മോൾക്ക് തന്നെ ദോഷം ചെയ്യും. അതാ പപ്പ പറഞ്ഞ്. രാധിക ഒരല്പം അടങ്ങി. ശരിയാ, എനിക്ക് വട്ടാണെന്ന് കരുതിയാലോ? രാധിക ആൾ നോക്കി കണ്ണൂർപ്പിച്ചുകൊണ്ട് സമ്മതിച്ചു കൊടുത്തു. ഞാൻ അടങ്ങി ഒതുങ്ങി വായ മൂടി നിൽക്കാം. പക്ഷെ 2 ശവങ്ങൾ എനിക്ക് ഈ കണ്ണുകൾ കൊണ്ട് കാണണം. ഒന്നാ നിൽക്കുന്ന ദരിദ്രവാസി പെണ്ണിന്റെയും മറ്റൊരെണ്ണം പുറത്ത് നിൽക്കുന്ന ആ നോക്കുത്തിയുടെയും. പറ്റുമോ പപ്പയ്ക്ക്? പറ്റുമോന്ന് അയാൾ തന്റെ മകളെ കൂടുതൽ അണച്ചു പിടിച്ചു. പറ്റും, പപ്പയ്ക്ക് പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് മോളുടെ കയ്യിൽ നിന്ന് ഏകയെന്ന നോക്കുകുത്തി മിസ്സായ പോലെ ഇനി അവള് രക്ഷപ്പെടില്ല. അന്ന് ഏകയെ മോള് മാത്രമേ നേരിട്ട് കണ്ടിരുന്നുള്ളൂ. ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. ആ രഘുറാം പറയുമ്പോഴാ 2 ഒന്നാണെന്ന് ഞങ്ങൾ പോലും അറിയുന്നത്. ഏതായാലും ഇനി അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. വന്നവളെയും നിന്നവളെയൊക്കെ ഒരുമിച്ച് പറഞ്ഞു വിടാം. മോള് മനസ്സ് കല്ലാക്കി നിൽക്കണം. ഒന്നോർത്ത് വെറുതെ വിഷമിക്കരുത്. ഇവിടെ നിന്ന് ഈ നാടകമൊക്കെ ആസ്വദിച്ചൊന്ന് കാണ്. മകളെ ചേർത്ത് പിടിച്ച് തന്റെ ഭർത്താവ് കുറെ നേരമായി എന്തോ പറയുകയാണ്. അത് കണ്ടതും പത്മ പരിഭ്രാന്തിയോടെ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. അവർക്ക് നന്നായിട്ടറിയാം, ഒന്ന് കരുതിയില്ലെങ്കിൽ ഇത്രയും കാലം എല്ലാവരുടെയും മുമ്പിൽ അച്ചടക്കമുള്ള പെൺകുട്ടി എന്ന പേരിൽ ജീവിച്ച രാധികയുടെ ഇമേജ് ഒരു നിമിഷത്തെ എടുത്തിയാട്ടത്തിൽ തകരാൻ അധിക സമയം വേണ്ടിവരില്ലെന്ന്. കാരണം രാധിക അങ്ങനെയായിരുന്നു. ഉള്ളിലെ വികാരങ്ങൾ അതിരൂക്ഷമാവുമ്പോൾ അവൾക്ക് അവയെ നിയന്ത്രിച്ചു നിർത്താൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ എത്തിയാൽ അപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ച് പരിസരം നോക്കാതെ പെരുമാറുന്ന സ്വഭാവക്കാരിയാണ് തന്റെ രാധിക. തങ്ങളുടെ മകൾ ദീർഘകാല ചികിത്സയും തെറാപ്പിയും ആവശ്യമായ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആളാണെന്ന് അറിയാവുന്നത് താനും തന്റെ ഭർത്താവും മധുവേട്ടനും മാത്രമാണ്. വിദ്യ എന്ന പെൺകുട്ടിയെ വൈരിന് അംഗീകരിക്കുകയോ മറ്റോ ചെയ്താൽ അത് രാധികയ്ക്ക് താങ്ങാൻ കഴിയില്ല. ഏകയുള്ളപ്പോൾ അത് നടക്കില്ലെന്നറിയാം. എങ്കിലും ഏകയുടെ കാര്യം തന്റെ കെട്ടിയോനെ ഏറ്റ സ്ഥിതിക്ക് അടുത്ത പറയാൻ പോകുന്ന ഈ വിദ്യ തന്നെയാവും. തന്റെ മകൾ ഉൾപ്പെടെയുള്ള 4 പെൺകുട്ടികളെ വൈരിൻ പണ്ട് മുതലേ കാണുന്നതാണ്. ഇത്രയും നാൾ അവർക്കൊരു പരിഗണനയും കൊടുക്കാത്തവൻ ഇനിയും പരിഗണനയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ആ സ്ഥിതിക്ക് വൈരിന്റെ പാതിയാവാൻ പോകുന്നവൾ ഒന്നുകിൽ വിദ്യ അല്ലെങ്കിൽ ഏക. എല്ലാം കൂടി ഓർത്തപ്പോൾ പത്മയ്ക്കാകെ തലയുറ്റി. രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൈ തട്ടിമാറ്റിയിരുന്നു രാധിക. പത്മ പകപ്പോടെ ചുറ്റും നോക്കി. ഇല്ല, ഈ കാഴ്ച ആരും കണ്ടിട്ടില്ല. എല്ലാവരുടെയും ദൃഷ്ടി ഒരുപോലെ പതിഞ്ഞു നിൽക്കുന്നത് വൈരിയിലും വിദ്യയിലും മാത്രമാണ്. വിച്ചു, നിനക്ക് ആളെ മനസ്സിലായോ? അത്രയും പ്രിയപ്പെട്ട ആരെയോ പരിചയപ്പെടുന്ന ഭാവം അച്ചമ്മയിൽ കണ്ടതും വൈരിന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരുന്നു. തൊട്ടു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി അവനെ നോക്കി. വിദ്യയുടെ കണ്ണുകളാവട്ടെ ആ നിമിഷം വൈരിന്റെ രൂപത്തിലൂടെ പതിയെ സഞ്ചരിക്കുകയായിരുന്നു. അവന്റെ ഉയരവും ഗാംഭീര്യവും മുഖത്ത് നിശ്ചല ഭാവമെല്ലാം ഒരുതരം ആർത്തിയോടെ വിദ്യ നോക്കി നിന്നു. ഒളിവിൽ മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം മേൽപോളിൽ തട്ടി നിൽക്കുന്ന കറുത്ത കൃഷ്ണമണികളുടെ കൂർത്ത നോട്ടം തന്റെ മിഴികളിൽ മാത്രം തറഞ്ഞു നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ആ നോട്ടത്തിന്റെ തീവ്രതയിൽ വിദ്യയുടെ മുഖം അറിയാതെ നാണത്താൽ ചുവന്നുപോയി. അവളുടെ ചുണ്ടുകളിൽ നേർത്തൊരു പുഞ്ചിരിയും വിരിഞ്ഞു. ആ കാഴ്ചയൊക്കെയും രാധിക അതീവ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ വിരലുകൾ ദേഷ്യത്തിൽ മുറുകി. ഉള്ളിൽ ആളിക്കത്തിയ അസ്വസ്ഥത മുഖത്ത് വ്യക്തമായി തെളിഞ്ഞു. വിദ്യക്ക് കാലും കൈയും വിറക്കുകയായിരുന്നു. TV സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, അതിന്റെ 10 മടങ്ങ് ആകർഷണീയതയുള്ള ചെറുപ്പക്കാരനാണ് മുന്നിൽ നിൽക്കുന്നത്. അതും താൻ അവന്റെ നെഞ്ചൊപ്പം മാത്രമേ ഉള്ളൂ. അവന്റെ ശരീരത്തിൽ നിന്നുതിരുന്ന ഗന്ധം പോലും അവളെ മത്ത് പിടിപ്പിക്കും പോലെ തോന്നി വിദ്യക്ക്. ഇതാരാ? രാജലക്ഷ്മി അമ്മയുടെ മകളാണോ? അല്ല, അച്ചമ്മയുടെ മുഖത്ത് ഹാപ്പിനെസ് ഉണ്ട് ചോദിച്ചാ? ഗൗരവഭാവത്തിൽ വിദ്യയുടെ മുഖത്ത് നോക്കി തന്നെയാണ് വൈദ്യനാഥ് ചോദിച്ചത്. അവന്റെ ആ ചോദ്യവും ഭാവവും ഒക്കെ മറ്റൊരു തരത്തിലാണ് രുദ്രദേവും ജാനകിയും മറ്റുള്ളവരൊക്കെ എടുത്തത്. വൈദ്യന് വിദ്യയിൽ എന്തോ ഒരു താല്പര്യമുള്ള പോലെ എല്ലാവർക്കും തോന്നി. അന്നാദ്യമായി തന്റെ അമ്മയോടുള്ള പരിഭവം വകവയ്ക്കാതെ ദേവികയും ജാനകിക്കടുത്തേക്ക് പോയി നിന്നു. ദേവികയ്ക്ക് കാണണമായിരുന്നു വിദ്യയെ കാണുമ്പോഴുള്ള വൈദ്യന്റെ റിയാക്ഷൻ. ആ ഭാവം എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും സാധിക്കുന്നില്ല. എങ്കിലും അവന്റെ മിഴികൾ വിദ്യയിൽ മാത്രം ഉടക്കി നിന്നു. വിദ്യ നാണത്തോടെ മുഖം കുനിക്കുന്നുമുണ്ട്. തനിക്ക് അറിവ് വെച്ച ശേഷം ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള രാജലക്ഷ്മി അമ്മായിയുടെ നേരിയ സാമ്യമെങ്കിലും മുന്നിൽ നിൽക്കുന്നവൾക്കുണ്ടോ എന്നാണ് വൈരിന്റെ മിഴികൾ തേടിയത്. എന്നാൽ അവന്റെ ആ നോട്ടത്തിൽ തൃപ്തി വന്ന പോലെ ദേവിക വിദ്യയെ ചേർത്തു പിടിക്കുന്നതും
ഏറെ നാളുകൾക്ക് ശേഷം തന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതൊക്കെ കാണെ രുദ്രദേവർമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇതൊക്കെ കാണെ ശരിക്കും ഭ്രാന്തി പിടിച്ചത് ദേവന് രേവതിക്കുമായിരുന്നു. അഞ്ജലി ഈ അവസ്ഥ കണ്ടുകൊണ്ട് വന്നാൽ മകളുടെ മനസ്സ് തളരുമെന്ന് ഇരുവരും ഓർത്തു. ഇവിടുന്ന് പോയ പെൺകുട്ടിയോട് ആരും തിരികെ എത്തിയിട്ടില്ലേ? രാധിക മാത്രമാണല്ലോ അകത്തേക്ക് വന്ന്. പവിത്രേ, പിള്ളേര് പുറത്ത് നിൽക്കുവാണെങ്കിൽ അകത്തേക്ക് വരാൻ പറയൂ. വിദ്യയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ തിടുക്കം കൂട്ടുകയാണ് ജാനകി. മുഖം കൂട്ടി പിടിച്ചുകൊണ്ട് പവിത്ര ആളിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി എല്ലാവരോടും അകത്തേക്ക് വരാൻ പറഞ്ഞു. ഈ വിളി പ്രതീക്ഷ പോലെ അഞ്ജലിയും പ്രിയും അകത്തേക്ക് കയറുമ്പോൾ വർഷയും വാമികയും അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഏക അപ്പോഴും ഡേവിഡിന്റെ അടുത്ത് തന്നെ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് പ്രേമു അവർക്കൊപ്പം അകത്തേക്ക് കടന്നത്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ എന്തോ ആണ് അകത്തിറങ്ങിയേറാൻ പോകുന്നതെന്ന് പ്രേമിനും അറിയാം. അഞ്ജലിയെ കണ്ടതും രാധിക കണ്ണുരുട്ടി ദേവൻ നേരെ മുഖം വെട്ടിച്ചു. അപ്പോഴാണ് അഞ്ജലിക്ക് മനസ്സിലായത് താൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഒന്നും ഇപ്പോഴും തന്റെ പപ്പ കണ്ടിട്ടില്ലെന്ന്. ദേവികയും ജാനകിയും വിദ്യയെ ചേർത്ത് പിടിച്ച് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന തിരക്കിലാണ്. പ്ലാൻ വിജയിച്ച തൃപ്തിയിൽ ഞെളിഞ്ഞിരുന്നു രാധാമണി. എന്നാൽ അകത്തേക്ക് കയറി വന്ന വാമികയും അഞ്ജലിയെയും കണ്ട് ഐഷു ആകിയിരുന്ന് വിറച്ചുപോയി. ഈശ്വരാ, ഞാൻ തീർന്നു. ഐഷു മനസ്സിലായി ഓർത്തുകൊണ്ട് രാധാമണിയുടെ മറവറ്റിയിരുന്നു. പിള്ളേരെ, ഇത് നമ്മുടെ രാജിയുടെ മകളാ വിദ്യ. ആ ഇരിക്കുന്നവർ വിദ്യയുടെ അച്ഛന്റെ കുടുംബക്കാരാ. ഓരോ പെൺകുട്ടികളെയും പരിചയപ്പെടുമ്പോഴും വിദ്യയുടെ കണ്ണുകൾ കുറുകിക്കൊണ്ടിരുന്നു. വൈരിന്റെ പെങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി 4 പേരും എല്ലാം കൊണ്ടും തന്നെ വെല്ലാൻ കെൽപ്പുള്ളവർ തന്നെ. അതുകൊണ്ട് വാമികയെ നോക്കി മാത്രം വിദ്യ വെളുക്കിയെന്ന് ചിരിച്ചു. നാത്തൂനാണ്. പപ്പയുടെ ഫോൺ എവിടെ? ഞാൻ അയച്ചു കണ്ടോ? അഞ്ജലി വിദ്യയെ നോക്കി ചിരിച്ചതായി വരുത്തിക്കൊണ്ട് പതിയെ ദേവന്റെ അടുത്തേക്ക് പോയിന്ന് രഹസ്യം പറയും പോലെയാണ് അയാളോട് ചോദിച്ചത്. അയച്ചതോ? എന്തയച്ചെന്നാ? അയാൾ സംശയത്തോടെ അവളെ നോക്കി. ആദ്യം പപ്പ ആ ഫോണിൽ നിന്ന് എടുത്തു നോക്ക്, എന്നാലേ അയച്ചെന്താണെന്ന് കാണാൻ പറ്റൂ. പല്ലിയടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞ ശേഷം പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുമ്പോഴാണ് സോഫയിൽ രാധാമണിക്കടുത്തായി പതുങ്ങിയിരിക്കുന്ന ഐഷുവിൽ കണ്ണുകൾ ഉടക്കിയത്. ഇവളെന്താ ഇവിടെ? ആൾപൂച്ചത്തിൽ തന്നെ ചോദിച്ചു പോയി അഞ്ജലി. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഐഷുവിന്റെ കാലും കൈയും വിറക്കാൻ തുടങ്ങിയിരുന്നു. വാമികയും ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഐഷുവിന്റെ മുഖം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു വാമികയ്ക്ക്. ആകെ 2 തവണ ഈ പെൺകുട്ടിയെ താൻ കണ്ടിട്ടുള്ളൂ. പബ്ബിൽ വെച്ച് ഫ്രണ്ട്സിനൊപ്പം തിമിർത്ത് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയുടെ നോട്ടം സ്യൂട്ട്സ് ധരിച്ച മധ്യവയസ്കരിലേക്ക് എത്തുന്നു. പിന്നീട് അവരെ നോക്കി കൊഞ്ചിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ഒരു തമാശക്ക് അവളെ ചൊറിയാൻ നോക്കിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അന്ന് ഏകയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി. ഇപ്പൊ അവളെ എങ്ങനെ അത്ര വേഗം മറക്കാൻ സാധിക്കും? ഏകയുടെ സിസ്റ്റർ എങ്ങനെ രാജലക്ഷ്മി അമ്മായിയുടെ ഫാമിലിയിലെത്തി? ഇനി ഇത് ഏകയുടെ ഫാമിലിയാണ്. ഒരേ ചോദ്യം മനസ്സിൽ ചോദിച്ചുകൊണ്ട് അത്രമേൽ അതിശയത്തോടെ അഞ്ജലിയും വാമിക ഒരേ സമയം പരസ്പരം മുഖത്തോട് മുഖം നോക്കിപ്പോയി. രുദ്രേട്ടാ, കണ്ടോ? ഇത് കണ്ടോ? അന്നേ ഞാൻ പറഞ്ഞതാ ആ എരണം കെട്ടവളെ അടിച്ചു പുറത്താകാൻ. ഇപ്പൊ എന്തായി? പുതിയ സിനിമയുടെ വിജയം മോനും ബോഡിഗാർഡും ചേർന്ന് ആഘോഷിച്ച് വേറെ എവിടെയല്ല, സിനിമാ തിയേറ്ററിനുള്ളിൽ ഇരുട്ടിന്റെ മറവിലാ. നോക്ക്, കണ്ടോ? ഫോട്ടോ കണ്ടോ? ഞാൻ അയച്ചിട്ടുണ്ട്, ഫോൺ എടുത്ത് നോക്ക്. രുദ്രദേവന്റെ അടുത്തേക്ക് വന്ന് ദേവൻ പറയുമ്പോൾ കാര്യം നടന്ന സന്തോഷത്തിൽ രാധിക ചുണ്ടുകൂട്ടി ക്രൂരമായി ചിരിച്ചു. പ്രേമിലും വിരിഞ്ഞു ഊരാക്കുടുക്ക് കെട്ടിമുറുക്കിയ പോലൊരു ആത്മസംതൃപ്തി. പ്രിയപതി അഞ്ജലിക്കടുത്തേക്ക് വന്നു നിന്നു. കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും വർഷയെ അവർക്കടുത്തായി തന്നെ ചെന്ന് നിന്നു. പക്ഷെ അപ്പോഴും വാമിക മാത്രം ഐഷുവിനെ ചൊറിയുന്ന തിരക്കിലായിരുന്നു. ഒരു കളിയെ പോലെ തന്നെ നോക്കി കണ്ണുകൾ താഴ്ത്തിക്കളയുന്ന ഐഷുവിൽ ഉടക്കി നിന്നു വാമികയുടെ സംശയം. ഫോണിൽ വന്ന ദേവൻ അയച്ച ഫോട്ടോകളിലേക്ക് നോക്കിയതും രുദ്രദേവ് വർമ്മയുടെ മുഖം രക്തവർണ്ണമായി മാറി. അയാൾ ഫോൺ ഉയർത്തി വൈകുന്നേരം തന്നെ ആദ്യം അത് കാട്ടി. കണ്ടിട്ടും ഈരിടുപ്പിലും കൈകുത്തി പുരികമുയർത്തി പുച്ഛിച്ചു തള്ളുന്നവനെ കാണെ അയാളുടെ ചോര തിളച്ചു കയറി. വിശ്വാസവഞ്ചന കാണിച്ച് തന്റെ മകനല്ല ഏകയാണെന്ന് അയാൾക്ക് തോന്നിപ്പോയി. കുറച്ചു ദിവസം മുമ്പ് തന്റെ മുന്നിൽ വന്നിരുന്ന് ചങ്കൂറ്റത്തോടെ ഘോരഘോരം പ്രസംഗിച്ചവൾ അവളാണ് ഈ കുടുംബത്തെ ഒന്നാകെ ചതച്ചത്. വിശ്വസിച്ചു പോയി. തന്റെ മകനേക്കാൾ താൻ അവളെ വിശ്വസിച്ചു പോയി. ആ നിമിഷം തന്നെയാണ് ഡേവിഡ് ഏകയെ അകത്തേക്ക് കയറി വന്നത്. ഹാളിൽ നിറഞ്ഞിരിക്കുന്ന വലിയ ആൾക്കൂട്ടത്തിൽ പെടാതെ ഓരം ചേർന്ന് തന്റെ മുറിയിലേക്ക് നടക്കാൻ നേരമാണ് ഏകയുടെ കയ്യിലൊരു പിടി വീഴുന്നത്. സംശയഭാവത്തിൽ മുഖമുയർത്തി നോക്കിയ നിമിഷം തന്നെ ബലിഷ്ടമാർന്ന ഒരു കര അവരുടെ കരണത്ത് പതിഞ്ഞിരുന്നു. തല്ലിയത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള സാവകാശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തടിക്കായി രുദ്രദേവ് വീണ്ടും കൈ ഉയർത്തിയ ആ കൈയിലേക്ക് മിന്നൽ വേഗത്തിലേക്ക് പിടിമുറുക്കി മുഖമുയർത്തി ആ മുഖത്തേക്ക് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.